ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജു പ്രഭ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഝാർഖണ്ഡ് സന്ദർശനം പുരോഗമിക്കുന്നു. സന്താലി ഭാഷയിലെ ഓൽ ചീക്കി ലിപിയുടെ 100ാം വാർഷിക ആഘോഷ പരിപാടികളിൽ രാഷ്ട്രപതി പങ്കെടുത്തു. ഓൽ ചീക്കി ലിപിയുടെ പിതാവായ പണ്ഡിറ്റ് രഘുനാഥ് മുർമുവിന് രാഷ്ട്രപതി ആദരാഞ്ജലി അർപ്പിച്ചു. ജംഷഡ്പൂർ NITയുടെ 15ാമത് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കുകയാണ്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ദ്വിദിന സന്ദർശനത്തിനായി ഇന്ന് വൈകിട്ട് കേരളത്തിലെത്തും. തിരുവനന്തപുരം പാളയം LMSൽ നടക്കുന്ന ട്രിവാൻഡ്രം ഫെസ്റ്റിലെ സ്നേഹസംഗമം പരിപാടിയിൽ ഉപരാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. നാളെ രാവിലെ വർക്കലയിൽ ശിവഗിരി തീർത്ഥാടനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ഇന്ന് രാത്രി 8:30 വരെയും നാളെ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 6 മുതൽ രാത്രി 8 വരെ കനകക്കുന്ന് കോമ്പൌണ്ടിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല. എറണാകുളം അടക്കം 3 പ്രമുഖ റെയിൽവേ സ്റ്റേഷനുകളെ വിപുലമായ വികസനത്തിന് തിരഞ്ഞെടുത്ത് ദക്ഷിണ റെയിൽവേ. കോച്ചിംഗ് ടെർമിനലുകളുടെ വിപുലീകരണം, സ്റ്റേഷൻ പുനർവികസനം തുടങ്ങിയവയാണ് നടപ്പാക്കുന്നത്. എറണാകുളത്തിന് പുറമെ ചെന്നൈ, കോയമ്പത്തൂർ സ്റ്റേഷനുകളാണ് വികസിപ്പിക്കുന്നത്. ഉത്തരേന്ത്യയിൽ കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് വിമാന ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടു. ഇന്ന് 64 വിമാനങ്ങൾ റദ്ദാക്കിയതായി ഡൽഹി വിമാനത്താവളം അധികൃതർ അറിയിച്ചു. ഡൽഹിയിലേക്കുള്ള 18 ട്രെയിനുകൾ 3 മണിക്കൂറിലധികം വൈകിയാണ് ഓടുന്നത്. സിവിൽ വ്യോമയാന മന്ത്രാലയം യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഫ്ളൈറ്റിന്റെ സമയക്രമം പരിശോധിക്കാൻ വ്യോമയാന കമ്പനികൾ യാത്രക്കാരോട് നിർദ്ദേശിച്ചു. ഉന്നാവോ കേസിൽ ഉത്തർപ്രദേശ് മുൻ MLA കുൽദീപ് സിംഗ് സെംഗാറിന് തിരിച്ചടി. സെംഗാറിന്റെ ശിക്ഷ മരവിപ്പിക്കുകയും ജാമ്യം അനുവദിക്കുകയും ചെയ്ത ഡൽഹി ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. CBI സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. ചീഫ് ജസ്റ്റിസ് അടങ്ങിയ 3-അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. അരാവലി മലനിരകളുടെ നിർവചനം സംബന്ധിച്ച് നവംബർ 20-ന് പുറപ്പെടുവിച്ച ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. അരാവലിയുടെ നിർവചനത്തിന് വ്യക്തത വരുത്തുന്നതിനായി പുതിയ വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട അവധിക്കാല ബെഞ്ച് ഉത്തരവിട്ടു. വിഷയത്തിൽ കേന്ദ്രത്തോടും അരാവലി കടന്നുപോകുന്ന സംസ്ഥാനങ്ങളോടും അഭിപ്രായം അറിയിക്കാനും പരമോന്നത കോടതി നിർദ്ദേശിച്ചു. അധ്യക്ഷ തിരഞ്ഞെടുപ്പ് മാറ്റിവച്ച സംസ്ഥാനത്തെ 6 തദ്ദേശ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്നു. ആലപ്പുഴയിലെ വിയ്യപുരം പഞ്ചായത്ത് പ്രസിഡന്റായി LDFലെ ഓമനയെയും നെടുമുടി പഞ്ചായത്തിൽ PK വിനോദിനെയും തിരഞ്ഞെടുത്തു. കാസർകോട്ടെ പെരിയയിൽ LDFലെ സബിത നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. മലപ്പുറത്തെ തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റായി UDFലെ താരിയൻ സുമയെ തിരഞ്ഞെടുത്തു. എറണാകുളത്തെ വെങ്ങോലയിൽ UDFലെ ഷമീദ ഷെരീഫും കോട്ടയത്തെ എരുമേലിയിൽ CPIMലെ അമ്പിളി സജീവനും പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ക്വാറം തികയാത്തതിനെ തുടർന്നാണ് ശനിയാഴ്ച ഇവിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്താതിരുന്നത്. കേരളത്തിൽ സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവച്ച 3 തദ്ദേശ വാർഡുകളിൽ പത്രിക പിൻവലിക്കാൻ അവസാന തീയതി ഇന്ന്. മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ പായിപ്പാടം, എറണാകുളം പാമ്പാക്കുട പഞ്ചായത്തിലെ ഓണക്കൂർ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം എന്നീ വാർഡുകളിൽ ജനുവരി 12-നാണ് വോട്ടെടുപ്പ്. 13-ന് വോട്ടെണ്ണും. അധ്യക്ഷ ഉപാധ്യക്ഷ തിരഞ്ഞെടുപ്പ് പൂർത്തിയായ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് അടുത്ത മാസം 5 മുതൽ 7 വരെ തീയതികളിൽ നടത്തുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4-ഉം ജില്ലാ പഞ്ചായത്തിൽ 5-ഉം മുനിസിപ്പാലിറ്റികളിൽ 6-ഉം കോർപ്പറേഷനുകളിൽ 8-ഉം സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് രൂപീകരിക്കേണ്ടത്. കേരളത്തിൽ കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in, ceo.kerala.gov.in വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ തിരുവനന്തപുരത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്നലെ നടന്ന 4-ാം മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ 30 റൺസ് ജയം നേടിയിരുന്നു. ഇന്ന് പുലർച്ചെ ടാറ്റാനഗർ എറണാകുളം ജംഗ്ഷൻ എക്സ്പ്രസിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് എറണാകുളം ജംഗ്ഷനിൽ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ആരംഭിച്ചു. 9746 7183 35, 9188 523902 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.